തിരുവനന്തപുരത്ത് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംഭാഷണത്തിലേക്ക് ഉള്ളവരാണ് അവരത് എല്ലാ കാലത്തും തെളിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. വയനാട്ടിലെ പോലെ തന്നെ പത്തനംതിട്ടയിലെയും തിരുവനന്തപുരത്തെയും ജനങ്ങളെ അദ്ദേഹം അപമാനിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ വർഗീയമായ ചെരിവ് നടത്താൻ പ്രധാനമന്ത്രി നടത്തിയത് അങ്ങേയറ്റത്തെ അപലപനീയമായ നടപടിയാണ്. എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് റഫേൽ അഴിമതിയെപ്പറ്റി ഒരു അക്ഷരം സംസാരിച്ചില്ല? 30,000 കോടി രൂപയുടെ അഴിമതി നടത്തിയ തൻ്റെ സുഹൃത്ത് അനിൽ അംബാനിയെ പറ്റി ഒരു അക്ഷരം പറഞ്ഞില്ല? എന്തുകൊണ്ട് നോട്ട് നിരോധനത്തെപ്പറ്റി ഒന്നും പറഞ്ഞില്ല? എന്തുകൊണ്ട് അപക്വമായ നിലയിൽ നടപ്പാക്കിയ GST സമൂഹത്തിലുണ്ടാക്കിയ ദുരന്തങ്ങളെപ്പറ്റി പറഞ്ഞില്ല? അപ്പോൾ തൻ്റെ ഭരണ നേട്ടങ്ങളൊന്നും പറയാനില്ലാതെ പ്രധാനമന്ത്രി കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി ഭിന്നിപ്പിക്കാനും വേർതിരിക്കാനും കഴിയുമോ എന്നാണ് ശ്രമിക്കുന്നത്. ഒരു കാരണവശാലും അത് കേരളത്തിൽ നടക്കാൻ പോകുന്ന കാര്യമല്ല.